എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ കാണിക്കുന്നത് സൺഡേ 31-ാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ, മെയ് 31-ാം തീയതി. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ റിച്ചാർഡിൻ്റെ കല്യാണത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നമ്മുടെ ഇടവപ്പള്ളിയിൽ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. 3 അനൗൺസ്മെൻറ്റാണ് ചെയ്യുന്നത്, വിളിച്ചു ചൊല്ലലെന്ന് പറയും ഞങ്ങളതിന്. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ഞായറാഴ്ച ഈ പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടുകാരുടെ പേരും അഡ്രസ്സും സഹിതം പള്ളിയിൽ വിളിച്ചു പറയും. ഇതിലെന്തെങ്കിലും തകരാറ് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അറിയാമെങ്കിൽ പള്ളിയിൽ അച്ഛനെ അറിയിക്കേണ്ടതാണ് എന്ന്. അതായത് നമ്മൾ പരസ്പരം അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാമെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്സ് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അതൊക്കെ പള്ളിയിലെ വികാരി അച്ഛനെ അറിയിക്കണം എന്നുള്ളതാണ് അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഇന്ന് ഏതായാലും ഞാനും പപ്പി അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആ പള്ളിയിലേക്ക് പോകുന്നിട്ട് നമ്മുടെ സ്വന്തം ഇടവകയിലേക്ക്, അമരാവതി സെയിൻറ്റ് പീറ്റർ ആൻഡ് പോൾ ചർച്ചിലേക്ക്. അപ്പോൾ ഞാൻ അതിന് മുൻപായിട്ട് തന്നെ ഇത്തിരി കാപ്പിയൊക്കെ ഇട്ട് പപ്പക്ക് കൊടുത്തിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഇന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രം ഞാൻ കേൾപ്പിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേറെ മതസ്ഥർക്കൊക്കെ ഒന്നും അറിയാൻ പറ്റൂലല്ലോ ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അനൗൺസ്മെൻറ്റിൻ്റെ തുടക്കം മാത്രം ഞാൻ കേൾപ്പിക്കാം കേട്ടോ. നമ്മുടെ പേരുകൾ മാത്രം പറയുന്ന ഭാഗമേ ഞാൻ ഇപ്പോൾ ഇതിൽ കേൾപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അത് തുടർന്ന് പെൺകുട്ടിയുടെ പേരും മാതാപിതാക്കളുടെ പേരും വീട്ടുപേരും ഇടവകപ്പള്ളിയുടെ പേരും എല്ലാം തുടർന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വികാരി അച്ഛനെ അറിയിക്കണം എന്നുള്ള ഇതിലാണ് അത് തീർക്കുന്നത്. അത് ഞാൻ കേൾപ്പിക്കാഞ്ഞിട്ടാണ്. ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മളുടെ കാര്യം പറയാൻ നമുക്ക് ആരുടെയും അനുവാദം വേണ്ട, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാൻ നമുക്ക് അനുവാദം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കേൾപ്പിക്കാത്തത്. അങ്ങനെ നമ്മൾ വിളിച്ചു ചൊല്ലലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് റൂബിനെ ഒന്ന് കറക്കിയിട്ടാണ് പിന്നെ എൻ്റെ അടുക്കളയിലേക്ക് ഞാൻ കയറിയത്. അപ്പോൾ ഈ ഒരു വിളിച്ചു ചൊല്ലൽ കുർബാനയുടെ ഏറ്റവും ആദ്യത്തെ കുർബാനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാ കുർബാനയിലും ഇത് അനൗൺസ്മെൻറ്റ് ചെയ്യൂല. ഏറ്റവും ആദ്യത്തെ കുർബാന എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ 6:30-ക്കാണ് ഇന്ന് ഏറ്റവും ആദ്യത്തെ കുർബാന. ചില പള്ളിയിൽ 5:30 മണിക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും ആദ്യത്തെ കുർബാനക്കാണ് ഇത് പറയുന്നതും. അപ്പോൾ അത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ മനുഷ്യരുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മറവി കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ, അപ്പോൾ അതൊക്കെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെന്ന് ബോധിപ്പിക്കണം പറഞ്ഞിട്ടില്ലല്ല എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് കേട്ട് ഉറപ്പിച്ചിട്ടൊക്കെ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ റിച്ചാർഡിന് പാസ്ത വേണമെന്ന് പറഞ്ഞപ്പോൾ റിച്ചാർഡിന് പാസ്ത ആക്കണുണ്ട്. പിന്നെ ഇന്ന് ബ്രെഡും പുൾസൈ ആക്കാമെന്ന് ചോദിച്ചാൽ ബ്രെഡും പുൾസൈ റിച്ചാർഡിന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കല്യാണം വിളിക്കാൻ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വരാപ്പുഴക്കാണ് പോകുന്നത്. വരാപ്പുഴയിൽ നമുക്ക് ഒരുപാട് ആളുകളെ കല്യാണം വിളിക്കാനുണ്ട്. അപ്പോൾ കല്യാണം വിളിക്കാൻ പപ്പ തന്നെയാണ് കേട്ടോ പോണത്, ഞാൻ പോകാറില്ല. എങ്കിലും എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് അവരെ എല്ലാവരെയും വിളിക്കണമല്ലോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ റൂബി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, ഇവർ കല്യാണം വിളിക്കാൻ പോയിക്കോട്ടെ എന്നുള്ളൊരു രീതിക്കാണ്. കാരണം അവിടെ നിന്ന് പിന്നെ ഒരുപാട് ആളുകളുണ്ട് അവിടെ നമുക്ക് കല്യാണം വിളിക്കാം. അപ്പോൾ എല്ലാ വീടുകളിലേക്കും, പക്ഷേ കെട്ടിച്ചിങ്ങനെ വിട്ടിക്കുന്ന പെൺകുട്ടികളുടെ വീടുകളിലേക്കൊന്നും നമ്മൾ പോയി കല്യാണം വിളിക്കുന്നില്ല. അത് തറവാട്ട് വീട്ടിൽ തന്നെ കാർഡുകൾ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കാരണം പപ്പ തന്നെ എല്ലായിടത്തും പോകണമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ അവരെയൊക്കെ ഫോൺ ചെയ്താൽ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഈ കാർഡ് അവരവരുടെ തറവാട് വീടുകളിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എങ്കിലും കുറച്ച് വീടുകളുണ്ട് അവിടെ, ഈ തറവാട് വീടുകൾ പോലെയുള്ള കുറച്ച് വീടുകളുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കാർഡ് കൊടുത്ത് വിളിച്ച് ഒക്കെ പോരണം. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് വീട്ടിൽ കുറേ പണികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിന്ന് ചെയ്യാം. റിച്ചാർഡും പപ്പയും കൂടി പോകുമെന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് എന്ത് ചെയ്താലും സമ്മതിക്കില്ല. കാരണം റൂബി കുഞ്ഞിന് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ വലിയ ഇഷ്ടമാണ്. അവൾക്ക് സ്വന്തം വീട് പോലെ ഓടി നടക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവിടെ എത്തുക എന്നൊക്കെ പറഞ്ഞത് വലിയ സന്തോഷമാണ്. ആകപ്പാടെ അവിടെ മാത്രമാണ് അവളിങ്ങനെ ട്രാവൽ ചെയ്ത് പോവുക. അല്ലാതെ ഇവൾക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റാറില്ലല്ലേ, ഞാൻ പറയാറുണ്ട്. അവൾക്ക് ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ വരും. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 3-4 തവണ നമ്മൾ അവളെ കൊണ്ടുപോയതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു, മമ്മി അവൾക്ക് ഇഷ്ടമല്ലേ, അപ്പോൾ അവളെയും കൊണ്ടൊന്ന് പോകാം. ഇനിയിപ്പോൾ ഉടനെ ഇവളെയും കൊണ്ടുള്ള പോക്കൊന്നും നടക്കൂല. ഇപ്പോൾ കല്യാണമൊക്കെ കഴിയാൻ നേരത്ത് പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് ഇവളെയും കൊണ്ട് നടക്കാനൊന്നും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തായാലും പോകാം മമ്മി എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം എന്നെ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ റൂബി കുഞ്ഞാകെ വെപ്രാളത്തിലായിട്ട്. അപ്പം ഞാൻ അവളായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണേണ്, നിന്നെ കൊണ്ടുപോകണില്ല, ഞങ്ങൾ പോകണേണെന്നൊക്കെ പറയണേണ്. ഓ മമ്മി പോയിട്ടും വരട്ടെ കുഞ്ഞാ, മമ്മി പോയിട്ട് വരട്ടെ, കൊച്ചൊറ്റക്ക് നിന്നോളുവാ. കൊച്ചൊറ്റക്ക് നിന്നോളുവാ, നിൽക്കുവാ കൊച്ചൊറ്റക്ക്, മമ്മി പോട്ടെ. ആ
പോയിട്ടും വരാം കേട്ടോ മമ്മി. കുഞ്ഞു വന്നണ്ട മമ്മി, ബെൽറ്റ് എടുക്കട്ടെ? കുഞ്ഞു വന്നണ്ട, ബെൽറ്റ് എടുക്കട്ടെ? ബെൽറ്റ് എടുക്കാം കേട്ടോ മമ്മി. കൊച്ചിനെ ബെൽറ്റൊക്കെ ഇപ്പം ഇവിടെ ഇട്ട് വെച്ചേക്കണല്ലേ. എത്തിക്കഴിഞ്ഞാള് വാ. ബെൽറ്റ് ഇടണ്ട, കാറിലിരിക്കാൻ ബെൽറ്റ് വേണ്ട, പുറത്തിറങ്ങുമ്പോൾ ഇടാം കേട്ടോ. പിന്നെ എപ്പോഴാണോ അയാൾക്ക് പോകാൻ കുഞ്ഞോ, പോകാം നമുക്ക്. പൗഡർ ഇടണ്ടേ കുഞ്ഞിന്? കുഞ്ഞോ അതൊന്ന് ഇതോ, ഞാൻ കയറട്ടെ, സാധനങ്ങൾ നോക്കട്ടെ. റൂബി കുഞ്ഞ് ടെൻഷനിലാണ് കേട്ടോ. അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവളെ കൊണ്ടുപോകുക എന്നൊന്നും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഒന്നും കൊണ്ടുപോകാറില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ള ഒരു ടെൻഷനിലാണ് ആൾ ഇരിക്കണത് കേട്ടോ. അങ്ങനെ കാറിൻ്റെ അകത്തേക്ക് ഓടി കയറി സമാധാനം. അപ്പം ഞാനിവിടെ 2 പില്ലോ എടുത്തിട്ട് ആ ഒരു തുണിയും വിരിച്ച് അവിടെ ഇട്ടതാണ് കേട്ടോ. കാരണം അവൾക്ക് ഇത്തിരി പൊക്കത്തിൽ നിന്ന് കാറിലെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് ചെയ്താലും അവൾ അതിൽ കയറില്ല. അവൾക്ക് പേടിയാണ് മറിഞ്ഞ് വീഴുക എന്നുള്ളത്. അതും മാത്രമല്ല, നമ്മളിപ്പോൾ കാറിൽ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ സീറ്റ് കവറൊക്കെ കേടാകാതിരിക്കാൻ ഒരു ബെഡ്ഷീറ്റ് എന്തെങ്കിലും വിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ ആ സീറ്റിലിരിക്കില്ല. അവൾക്ക് എന്തോ അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റൂല. അവൾക്ക് സാധാരണ നമ്മളിരിക്കുന്ന പോലെ ആ ഒരു സീറ്റിലിരിക്കണം. അവൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവൾ പിന്നെ കാറിൻ്റെ അടിയിൽ കയറി, അതായത് നമ്മൾ കാല് വെക്കുന്ന സ്ഥലത്തെ അവൾ പിന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ നേരത്തെ ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ സീറ്റ് കവറൊക്കെ അഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ തുണി വിരിച്ചിടും. പക്ഷേ എന്ത് ചെയ്താലും അവൾ ഇരിക്കില്ല. ആ തുണി വിരിച്ചത് മാറ്റിക്കഴിഞ്ഞാൽ ചാടി കയറി സീറ്റിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മളൊരു സംഭവം സെറ്റാക്കിയപ്പോഴത്തേക്കും അവൾ അതിൽ കയറണില്ല. പിന്നെ ഞാൻ പൊക്കി കയറ്റി ഇരുത്തിയേക്കണേ കേട്ടോ. എങ്കിലും അവൾ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അതിലിരിക്കണത്. അവൾക്ക് കാഴ്ച കാണാൻ പറ്റും അതിലിരുന്ന് കഴിഞ്ഞാൽ. എങ്കിൽ പോലും അവൾക്ക് അതിലിരിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ അതിനകത്ത് പൊക്കി കയറ്റി ഇരുത്തും. അങ്ങനെ ഇത്തിരി കാഴ്ചയൊക്കെ കാണിച്ച് പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും അത് മാറ്റിയിട്ടാണ് അതെല്ലാം എടുത്ത് ഡിക്കിയിൽ ഇട്ടിട്ടുണ്ടാകുന്നത്. കാരണം അവൾക്കത് കാണുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഏതായാലും ഇത്രയും നേരം അങ്ങോട്ട് പോണ സമയത്ത് പിന്നെ കാറ് നിർത്തി അത് മാറ്റാൻ നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അതൊക്കെ മാറ്റി അവൾ സമാധാനമായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം ഞാൻ ഇവളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നെ ചവിട്ടിക്കൂട്ടി ആകെ നാശിപ്പിച്ച് അവിടെ എത്തിക്കൊള്ളട്ടാ. അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക്. ഇപ്പോൾ റിച്ചാർഡ് കല്യാണത്തിന് പോകുമ്പോൾ അവളില്ലാതെ ഇവിടെ നിന്ന് കെട്ടാൻ ഇറങ്ങൂലെന്നാണ് പറഞ്ഞേക്കണം. പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഈ സാരിയൊക്കെ കൊടുത്ത് നമ്മൾ ഒരുങ്ങി നിൽക്കണല്ലേ, അപ്പോൾ ഇവളെ ഞാനല്ലേ നോക്കാനുള്ളത്. എൻ്റെ മേലെ കയറി ഇവൾ ചവിട്ടി ചാടി എന്തായിരിക്കുള്ളൂ, ഞാൻ എന്ത് കോലത്തിലായിരിക്കുള്ളൂ അവിടെ എത്തുക പള്ളിയിൽ. ഒരിത്തിരി നേരം കൊണ്ട് അവൾ എന്നെ ആകെ നശിപ്പിച്ചെടുക്കും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവളെ എടുത്തോ എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇവൾക്ക് എന്നെ തന്നെ വേണം, ഞാൻ തന്നെ അവളെ നോക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു തർക്കത്തിലാണ് ഇപ്പോൾ റൂബിയുടെ കാര്യം നിൽക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കല്യാണം കൂടാൻ പോണല്ലോ, നമ്മുടെ സ്വന്തം കല്യാണമല്ലേ. അപ്പം നമ്മളെല്ലാവരുടെ അടുത്തും ചെല്ലണം. അപ്പോൾ ഈ റൂബിനെ പിടിച്ചിട്ട് ഞാൻ എങ്ങനെ നടക്കുക, ഇതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. എന്താണ് ചെയ്യാൻ പോണെന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. ഏതായാലും കല്യാണം അത് 1.5 ആഴ്ച കൂടിയുണ്ട്. ആ സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ റൂബിക്ക് ഇവിടുത്തെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അറിയാം പരിചയമുള്ള സ്ഥലത്താണ് എത്തിയേക്കണത് എന്നുള്ളത്. അപ്പം തന്നെ അവൾ ഹാപ്പി ആയിട്ട് ഇത് ചാടി ഇറങ്ങി. പക്ഷേ എന്താണെന്നറിയോ, അവൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ പിടിച്ച് വെച്ചേക്കണേയിരുന്നെന്ന് തോന്നുന്നു പാവോട്ടാ. എങ്കിലും അവൾ ഇറങ്ങിയിട്ട് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് ഒന്ന് സ്നേഹിച്ചിട്ടാണ് കേട്ടോ മൂത്രമൊഴിക്കാൻ പോണ പോക്കാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പാവം അവളുടെ ബ്ലാഡർ നിറഞ്ഞിരിക്കണേയിരുന്നു. അവൾ അതിങ്ങനെ പിടിച്ചുകൊണ്ട് ഇവിടെ എത്തണ വരെ നിന്നെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ എങ്കിലും അവൾ എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്തിട്ടാണ് ആ പോയ പോക്ക്. ശരിക്കും അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒന്ന് വാലൊക്കെ ആറ്റി എല്ലാവരും അങ്ങനെ മൂത്രം വെച്ചത് ആൾ ഓടി വീടിൻ്റെ അകത്തൊക്കെ കയറി. അപ്പോൾ ചേച്ചി അടുക്കളയിലാണ്. അപ്പോൾ അവിടെയൊക്കെ കയറി നോക്കിയിട്ടൊക്കെയാണ് ആളിങ്ങോട്ട് വന്നത്. ഒരാളെ കണ്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നോക്കണേണിത്. എന്തൊരു സന്തോഷം നോക്കിയേ, തുള്ളിക്കളിച്ച് നടക്കണേണ് കേട്ടോ. ആ വന്ന സന്തോഷമാണ് ഈ കിടന്ന് കാണിക്കണത്. ആദ്യം ഇങ്ങനെ കുറേ നേരം കിടന്ന് ഓടും കേട്ടോ. എല്ലാ മുറിയിലും കയറി ഇറങ്ങി കട്ടിലയിലൊക്കെ ചാടി കയറി എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ മാറി ഇരുന്നോളൂ കേട്ടോ. ഞാൻ എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ വന്ന് അവിടെ കിടന്നോളൂ. പിന്നെ ഇവിടെ പൂച്ചകളുണ്ട്, അത് തന്നെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഭയങ്കര ഓട്ടം ഇരിക്കും കേട്ടോ ആള്.
മേ സിക്കവാപ്പ തരട്ടെ കുഞ്ഞിന്. കൊച്ചു സിക്കവാപ്പം കൊണ്ടുവന്നിട്ടുണ്ട് മമ്മി. അപ്പോൾ റൂബിക്കുള്ള ചിക്കനൊക്കെ ഞാൻ ഇവിടെ നിന്നേ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്ത് കുറച്ച് കഴിച്ചില്ല. പിന്നെ ചേട്ടനും, അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ്, പപ്പയും കൂടി കല്യാണം വിളിക്കാൻ പോയേക്കണേണ്. അവരെത്തിയിട്ടില്ല, കുറച്ച് ലേറ്റായി, കുറച്ച് വീടുകളിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വരണ നേരത്ത് ചേച്ചി പറഞ്ഞു നിങ്ങൾ വിശന്നിരിക്കണ്ട, നിങ്ങൾ കഴിച്ചോന്ന് പറഞ്ഞിട്ട് എനിക്കും റിച്ചാർഡിനും തന്നതാണ്. അപ്പോൾ ജിത്തു എന്താണ് കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തുവിൻ്റെ വിസ്ഡം ടീത്ത് ഒരു സർജറിയിലൂടെ എടുത്ത് മാറ്റി. അതായത് വിസ്ഡം ടീത്ത് ഉള്ളിലായിരുന്നു, അത് വേദന കൊണ്ട് സർജറിയിലൂടെ മാറ്റി. അവനൊന്നും കഴിക്കാൻ പാടില്ല, മുഖത്ത് നീരായിട്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് അവനൊന്നും കഴിക്കുന്നില്ല, ലിക്വിഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ചേച്ചിയുടെ മോൻ്റെ ആൽബങ്ങൾ ഇങ്ങനെ ഞാനെടുത്ത് നോക്കിയപ്പോഴേക്കും ഞങ്ങളുടെയൊക്കെ ഫോട്ടോ, ഇത് 8 വർഷം മുൻപുള്ളതാണ്, അത് കണ്ട് അങ്ങനെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാണ്, എൻ്റെ ഫാമിലിയുടെയും ഞങ്ങളുടെ. അപ്പോൾ അന്ന് റിച്ചാർഡ് ഇല്ല കേട്ടോ, റിച്ചാർഡ് ഷിപ്പിലാണ്, അതുകൊണ്ടാണ് റിച്ചാർഡിനെ കാണാത്തത്. റോജറും റയനും ഒക്കെയാണ് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ വൈകുന്നേരത്തെ ചായ കൂടിയാണിത്. ഉച്ചക്കുള്ള ഭക്ഷണം, ഇത് പപ്പയും ഒക്കെ വന്ന് ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് വൈകുന്നേരത്തെ ചായ. അപ്പോൾ അതിന് ബജ്ജി മേടിക്കാനായിട്ട് ചേട്ടൻ പോയിട്ട് ബജ്ജിയും മേടിച്ച് കൊണ്ടുവന്ന്. കാരണം റിച്ചാർഡിന് ബജ്ജിയൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ റിച്ചാർഡ് ഇപ്പം വീട്ടിൽ ബജ്ജി കഴിക്കണില്ല. എങ്കിൽ തന്നെയും ചേട്ടൻ പോയിട്ട് ബജ്ജിയൊക്കെ കൊണ്ടുവന്ന് അതുമൊക്കെ കഴിച്ച് അങ്ങനെ അപ്പം തന്നെ പോന്നു കേട്ടോ. അപ്പം നമ്മുടെ ജിത്തുവിന് ഇതൊന്നും തൊടാൻ പാടില്ല. ഇത്തിരി ഐസ്ക്രീം അല്ലെന്നുണ്ടെങ്കിൽ മിൽക്ക് ഷേക്ക് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് അവനിപ്പോൾ 2 ദിവസമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ ഈ വിസ്ഡം ടീത്ത് ഉള്ളിലിങ്ങനെ ചരിഞ്ഞ് കിടന്നിട്ട് പുറത്തോട്ട് വരാതെ കിടന്നിട്ട് അതിങ്ങനെ തലവേദനയും പല്ലുവേദനയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അർജൻറ്റായിട്ട് തന്നെ അത് സർജറി ചെയ്ത് എടുത്തത് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്, അവനൊന്നും കഴിക്കാൻ പറ്റണില്ലല്ലോ ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മുടെ കല്യാണം വിളിയാണെന്നുണ്ടെങ്കിൽ ഇനിയും വൈകിക്കാൻ പറ്റൂല. ഇപ്പോൾ അവൻ്റെ വേദന മാറിയിട്ട് സാവധാനം വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കും വേറെ ദിവസമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ് വരണ്ട, ഫോണിലൂടെ പറഞ്ഞാൽ മതി, പക്ഷേ മറ്റുള്ള വീടുകളിലൊക്കെ വിളിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റിയില്ല, അങ്ങനെ വന്നതാണ്. പിന്നെ അതേ നമ്മൾ ഇതും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇറങ്ങി വീട്ടിൽ ചെന്നിട്ട് വീണ്ടും ഒരു ചായയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് അതാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ കാണിക്കുന്നത് അടുത്ത ദിവസത്തെ കാര്യമാണ്. ഇത്രയും വീഡിയോ ഉണ്ടാകുന്നുള്ളൂ, ആകെ 12 മിനിറ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ 14 മിനിറ്റ് എന്തോ ആയിരുന്നു. അപ്പോൾ കുറേ പേര് കമൻസ് ഉണ്ടായിരുന്നു, വീഡിയോ ചെറുതാണെങ്കിലും ചിലവർ പറഞ്ഞാൽ എന്താണ് വീഡിയോൻ്റെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു വരണത്, അങ്ങനെ പലരും പല രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏതായാലും ഇനി 12 മിനിറ്റ് ഇന്നലത്തെ വീഡിയോനെക്കാട്ടിയും കുറഞ്ഞെന്ന് പറയുമ്പോൾ അയ്യോ ഇനി വീഡിയോ ഇല്ലാതെയാകുമോ എന്നൊക്കെ വിചാരിക്കണ്ട. അപ്പോൾ അന്ന് 2 ദിവസം വീഡിയോ ഒന്നിച്ചങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ തിങ്കളാഴ്ച ഇന്നത്തെ ദിവസമാണ് നമുക്ക് നമസ്കാരം കേൾക്കാൻ പോകേണ്ട ദിവസം. അപ്പോൾ റിച്ചാർഡ് രാവിലെ 6:30 മണിക്ക് തന്നെ കുർബാനക്ക് പോയിട്ടുണ്ട്, പപ്പയും റിച്ചാർഡും കൂടി. അപ്പോൾ ആ കുർബാന കഴിഞ്ഞിട്ട് വേണം അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. ആ കുർബാന കാണണം നിർബന്ധമായിട്ടും, എന്നിട്ടാണ് അച്ഛനെ കാണേണ്ടത് നമസ്കാരം കേൾപ്പിക്കാനായിട്ട്. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഞാനപ്പോൾ ഇവർ വന്ന ആ സമയം കൊണ്ട് പുട്ടും ചെറുപയറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് റിച്ചാർഡിന് വേണ്ട, അതൊന്നും റിച്ചാർഡ് കഴിക്കില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും റിച്ചാർഡിന് ഇഷ്ടമല്ല. അതായത് നിങ്ങളൊക്കെ പറയില്ലേ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ ചെറുപയറൊക്കെ എത്ര ഹെൽത്തിയാണ്, കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവർ കഴിക്കില്ല. അപ്പോൾ റിച്ചാർഡ് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇല്ലേ നമ്മളുടെ ഈ സ്റ്റീം ചെയ്ത പുട്ടുപൊടി ഉണ്ടല്ലോ, സ്റ്റീംഡ് പുട്ടുപൊടിയില്ലേ, അത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവിൽ വെച്ചിട്ട് വെറുതെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ കുറേ ഇങ്ങനെ മിക്സ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇല്ലേ നമുക്ക് അതിൻ്റെ കൂടെ സാധാരണ അരിപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ അരിപ്പൊടി മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കുക ബുദ്ധിമുട്ടാണ്. ഇത് ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെച്ചാൽ മതി. 1 കപ്പ് പൊടിയെടുത്ത് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുതിർന്ന് വല്ലാതെ വെള്ളത്തോട് കൂടി കിടക്കും. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇത്തിരി അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ആക്കി കഴിഞ്ഞാൽ ആ വെള്ളം വലിയുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് തന്നെ നല്ല ഒരു കട്ടയില്ലാത്ത പുട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം ഇനിയിപ്പോൾ പുട്ടിൻ്റെ പൊടി എൻ്റെ കയ്യിലുള്ളത് പൊട്ടിച്ചിട്ടില്ല, സ്റ്റീംഡ് പുട്ടുപൊടി, അത് പുറത്ത് പാത്രത്തിലിരിക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ അകത്തിരിക്കണ പൊടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അതങ്ങനെ ഇടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. എനിക്കപ്പോൾ അത് കൂടുതൽ ഇഷ്ടം തോന്നാറുണ്ട് അങ്ങനെ.
ഇവിടെ റൂബിക്കുഞ്ഞ് കിടന്നുറങ്ങിയിട്ട് കുറുക്കം വലിക്കുന്ന ശബ്ദമുണ്ട് കേട്ടോ, അതാണ് ഇടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ റിച്ചാന് വേണ്ടിയിട്ട് നൂഡിൽസാണ് ഉണ്ടാക്കിയത്. നൂഡിൽസും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛനെ കണ്ട് നമസ്കാരം കേൾപ്പിച്ച്, ചെറിയ കൊച്ചച്ഛനാണ് നമസ്കാരം കേൾക്കുന്നത്. വികാരി അച്ഛനെ കണ്ട് കെട്ടു കുമ്പസാരവും ഇന്ന് തന്നെ കഴിഞ്ഞിട്ടാണ് തിങ്കളാഴ്ച വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേതായാലും വളരെ സമാധാനപരമായി തീർന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ചീട്ട് മേടിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ പോകണം. അപ്പോൾ നമ്മുടെ മനസ്സമ്മതമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ഡേറ്റൊക്കെയാണ് അച്ഛൻ പറഞ്ഞേക്കണത്. അതൊക്കെ പപ്പക്കാണ് അറിയാവുന്നത്. പപ്പയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുകയും വരെയൊക്കെ ചെയ്യണത്. അപ്പം ഞാൻ ഈ ചെറുപയറിന് വേണ്ടിയിട്ട് താളിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവി പോകാതെ നമുക്ക് തുറക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതങ്ങനെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് അപ്പോൾ തുറന്ന് താളിച്ചതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ്. പിന്നെ റിച്ചാണ് നൂഡിൽസ്. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം നൂഡിൽസ് ഹെൽത്തി അല്ല. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടും ചെറുപയറും ഒക്കെ വളരെ ഹെൽത്തിയുമാണ്, പക്ഷെ കഴിക്കില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യണത്? കുഞ്ഞു കുട്ടികളല്ലല്ലോ നമ്മൾ അടിച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർക്കറിയാം ഇതിൻ്റെ ദോഷഫലങ്ങളും നല്ലതും ഒക്കെ അവർക്കറിയാം. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ചില കമൻസ് കാണുകയും ചേച്ചി നല്ല ഹെൽത്തി ഫുഡ് കൊടുത്ത് പഠിപ്പിക്കുന്നതൊക്കെ, പക്ഷെ അവർ കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. അങ്ങനെ അവർ വന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കല്യാണം വിളിക്ക് വേണ്ടിയിട്ട് റിച്ചാർഡ് പപ്പനെ കൊണ്ട് പോകണേന് കേട്ടോ. അപ്പോൾ ഓരോ ദൂരെയുള്ളവരെയൊക്കെ നമ്മൾ ഫോണിലൂടെയാണ് അറിയിച്ചേക്കുന്നത്. അടുത്തുള്ള ആളുകൾ എല്ലാവരെയും തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോയി വിളിച്ചേക്കണേണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ 2 പേരും ഇറങ്ങാൻ നിൽക്കണേ. അപ്പോൾ റൂബിക്ക് ഇപ്പോഴും കൂടെ പോകണം. കൊച്ചു പിള്ളേരങ്ങനെ കാണിക്കൂലേ, ആര് ഇറങ്ങിയാലും അവർക്ക് കൂടെ പോകണം എന്ന് പറഞ്ഞ പോലെയാണ് റൂബിക്ക്. ഇപ്പോൾ ഈ ഒരു ഷൂറാക്കിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തും ഞാൻ, എന്നിട്ട് ഇവർ പോകുന്നത് കാണിച്ചു കൊടുക്കാൻ. എന്നുണ്ടെങ്കിൽ അകത്ത് കിടന്ന് ഭയങ്കര കുരയിരിക്കുള്ളൂ എപ്പോഴും. ഇപ്പം ചാടുവാൾ, അതുകൊണ്ടാണ് ഞാൻ ആ കാലിൽ പിടിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ പപ്പ ഗേറ്റ് പൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആളെ താഴേക്ക് വെച്ച് അപ്പം തന്നെ അരിശം എന്നെ കൊണ്ടുപോയില്ല എന്നുള്ള അരിശത്തിൽ അവിടെ പോയി നിന്ന് കുറച്ച് കുരച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മറന്നു പോകും കേട്ടോ. ഇപ്പം എനിക്ക് ആകെപ്പാടെ ഒരു മനപ്രയാസമാണ് ഇവളുടെ കാര്യം ഓർത്തിട്ട്. ഈ കല്യാണവും മനസ്സമ്മതമൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടണം. റൂബി കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ഫ്രീ ആണ്, എനിക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ. വർത്താനം പറയുന്നതാണ് കുഞ്ഞി. അപ്പോൾ റൂബിക്കുഞ്ഞിൻ്റെ സംസാരമാണ് കേട്ടോ കേൾക്കണത്. ചേട്ടനൊക്കെ പോയത് എന്നെ കൊണ്ടുപോയില്ല എന്നൊക്കെയാണ് അവിടെ പറയണത്. അങ്ങനെ ഇവർ വരണത് വരെയും ഞാൻ റൂബിക്കുഞ്ഞുമായിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്ത്, എനിക്കിതൊരു വീഡിയോ വർക്കൊക്കെ ഉണ്ട്, അത് ഞാനത് അവിടെ ഇരുന്ന് ചെയ്ത്. റൂബിക്കുഞ്ഞ് ഉറങ്ങണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയ ആ ഒരു ട്രാവലിങ്ങിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഇവൾക്ക് ഉണ്ട്. കാരണം ഇവൾ പ്രായമായി വരുന്നതല്ലേ, പ്രായമായി കഴിഞ്ഞ് 8 വയസ്സാകാറായി. അപ്പോൾ അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, നീരുവീഴ്ചയൊക്കെ അവൾക്ക് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണത്തിലാണ് ഈ കിടന്ന് ഉറങ്ങണത് കേട്ടോ. മണി ഇപ്പോൾ 1:30. ഇവർ രണ്ടാളും കല്യാണം വിളിച്ച് കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനിയിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മുട്ട തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന്ന് എടുത്തില്ല. സത്യത്തിൽ ഇന്നല്ല, ഉച്ചക്ക് എടുത്തില്ല, രാത്രി എടുക്കാമെന്ന് പറഞ്ഞു. കാരണം പയർ ഉലത്തിയതുണ്ട് പപ്പക്ക്, അത് മതി. മീൻ വറുത്തതിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു, അതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ച്. അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ എന്നെയും കൊണ്ട് എറണാകുളത്ത് പോകാമെന്നും പറഞ്ഞ് നിന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, കാരണം ഗിൽഡ വരും, ഗിൽഡ ഞാനും കൂടി എൻ്റെ ബ്ലൗസ് തുന്നിയത് മേടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വന്നാൽ ശരിയാവില്ല. അപ്പോൾ അവനാകെ വിഷം പോയോ, ഞാൻ ഒറ്റക്ക് പോകണമല്ലോ മമ്മി, ലുലു മോളിലൊക്കെ ഒന്ന് എനിക്ക് പോകണം. അങ്ങനെ അവൻ ഒറ്റക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഗിൽഡ ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ എന്നെ കൊണ്ട് പോണത്. ജോലി കഴിഞ്ഞിട്ടുള്ള ബാഗാണ് മുതുകത്ത് കിടക്കണത്. വണ്ടി നമ്മുടെ വീടിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബൈക്കിൽ കയറൂലല്ല, സ്കൂട്ടറിൽ കയറൂലല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നടന്ന് പോയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഗിൽഡ വന്ന് എന്നെ കൊണ്ട് പോയി. അപ്പോൾ ബ്ലൗസിൽ ഇത്തിരി ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ഗിൽഡ എന്നെ മേടിച്ച് അതെനിക്ക് കൊണ്ടുവന്ന് തന്നേക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന വഴിയിൽ കുട വിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, വീട്ടിൽ ഒരുപാട് കുടകളുണ്ട്, എങ്കിലും കുടകൾ നമ്മൾ ഉപയോഗിക്കാറുമില്ല. എങ്കിൽ തന്നെ ആ കുടയുടെ ഭംഗി കണ്ടപ്പോഴത്തേക്ക് ഞാൻ വേഗം ആ കുട മേടിച്ചു. ആകെ 200 രൂപയുള്ളൂ. അപ്പോൾ എനിക്ക് ആ കുടയുടെ ആ പ്രിൻ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പ്രസ്സിങ് അംബ്രലയും കൂടി ആണ് വീട്ടിലുള്ളത്. വലിയ കുട മാത്രമേ ഉള്ളൂ പ്രസ്സിങ് അംബ്രല.
ഫോൾഡല്ല, മറ്റേതൊക്കെ 3 ഫോൾഡൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് 2 ഫോൾഡാണ്. അങ്ങനെ ആ ഒരു കുട കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതൊക്കെ ഉപയോഗിക്കൂലേ എന്നറിയാൻ പാടില്ല. വീട്ടിരിക്കണ കുടയൊക്കെ അവിടെ തന്നെയാണ് സാധാരണ ഇരിക്കണത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഈ ഒരു കുടയും മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കളർ കുടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിവിടെ ഉള്ളതും ഒരു കളർ കുടയാണ്. അത് ഇത്തിരി പഴകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കരിമ്പനൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഉറഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതും മേടിച്ചിട്ടാണ്. അങ്ങനെ ഗിൽഡ് അകത്തേക്കൊന്നും കയറിയില്ല, അപ്പം തന്നെ പോയി. കാരണം ഗിൽഡ് മീനൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ചെന്ന് മീനൊക്കെ വെട്ടി ഡിന്നറിന് കറി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതേ ഈ ഒരു മുട്ട തിളപ്പിച്ചതാണ് കേട്ടോ ഞാൻ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. പക്ഷെ അത് എടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത് രാത്രി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അകത്ത് കയറി വന്നൊരു കട്ടൻ ചായ ഇട്ട് പപ്പക്കും കൊടുത്ത് ഞാനും ഒത്തിരി കഴിച്ചു. റിച്ചാർഡ് എത്തിയിട്ടില്ല. എന്താണപ്പം സിയേട്ട വന്ന അങ്ങനെ റിച്ചാർഡ് ഒരു 7:45 എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അവൻ ഫുഡ് കഴിച്ചിട്ടാണ് വരിക എന്ന്. പക്ഷെ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ പോലും കുടിക്കാതെയാണ് വന്നേക്കുന്നത് കേട്ടോ. കളിയില്ല കൊച്ചു മണക്കട്ടിടാ. കൊച്ചെല്ലാം നോക്കും, നല്ലതാണാ. എനിക്ക് ടൈം നീക്കി വെക്കും. കൊച്ചു തലയും കുത്തി വീഴരുത്. കാർബൺ ഫൈബർ ഇതേണ്ട ഇതിന്റെ ബട്ടൺസ് നോക്കിയേ. ഇത് ഇങ്ങനത്തെ ടൈപ്പാണ്, ഫ്ലാറ്റ് ടൈപ്പ്. ഇത് ബട്ടൺ. ഇതുവരെ ഇല്ലാത്തൊരു കളർ. എന്ത് കളറാ ഇത്? ബ്ലൂ, നേവി ബ്ലൂ. സ്റ്റീലല്ല, ലൈറ്റ് വെയിറ്റ്. മറ്റേ കൊള്ളാം. പ്രൈസാണ് കുറച്ച് 22,000 രൂപയാ. എനിക്കറിയില്ല, വാച്ചിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. എനിക്ക് ഡീറ്റെയിലും മറ്റേ ക്ലോക്കും വേണം, ഇത് വേണം. ഇത് മാത്രമേ ഉള്ളൂ. ഓ ഡിജിറ്റൽ. അപ്പോൾ ഈ വാച്ചിൻ്റെ അകത്ത് ഡിജിറ്റലും കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ അതും വേണം, ഈ സൂചിയും വേണം. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള വാച്ചാണ് ഇപ്പോൾ എടുത്തേക്കണത്. അപ്പോൾ അത് കല്യാണത്തിന് ഉപയോഗിക്കാനായിട്ട് എടുത്ത വാച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മേടിക്കാനാണ് പോയത്. അതിൻ്റെ കൂട്ടത്തിൽ ആൾ കുറേ അധികം കാറും കൂടി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അത് മേടിക്കാൻ പോകാനായിട്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് പോയതിൻ്റെ പുറത്ത് ഫ്രിസ്ബിയിൽ പോയിട്ട് കാറ് കുറേ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എടുക്ക് നോക്കട്ടെ. അവിടെ മുത്തേ കൊച്ചു നടുക്കിരിക്കണേടാ. മറ്റേ 2 വീലറിന്റെ ശബ്ദം കേൾക്കുമ്പോ ഉള്ളതെല്ലാം എടുക്കാൻ പറ്റുള്ളൂ. എന്നെ നോക്കിയിരിക്കണേ. അതെ, നീ ഫോൺ വിളിക്കുമ്പോ ഞങ്ങൾ കടയിൽ നിന്ന് അതിന്റെ ഓൾട്ടറേഷൻസ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണേ. പൂച്ചട, കണ്ടം പൂച്ചട. പക്ഷെ കൊച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. കല്യാണ വാച്ചാണല്ലേ ഇത് കല്യാണക്കാരാ? ആ പോന്നോട്ടെ. എൻ്റെ അമ്മേ, ഇതെന്താടാ ഇത്? എൻ്റെ ദൈവമേ. പൊന്നമ്മേ, ചേട്ടൻ്റെ കാറ് കണ്ട പൊന്നമ്മേ. എവിടെ നിങ്ങൾ എടുത്ത് നിന്റെ കല്യാണം ആകുമ്പോഴെങ്കിലും നീ ഇത് വിട്ടുകളയോന്നാ ഞാൻ വിചാരിച്ചത് മോനെ. അത് വെക്കല്ലേ. ആയി, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ വണ്ടി ഒന്നും നമ്മുടെ കയ്യിലില്ല. ഞാൻ നോക്കുമ്പോ എല്ലാ കാറും ഇവിടെ ഉള്ളത് തന്നെ. ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഈ അറ്റത്തിരിക്കണത് ഇതൊന്നുമില്ല. അത് ഡിഫൻഡർ. ഇത് കൊള്ളാം. ചെറുത്താൻ കാറുകൾ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് എഡിഷൻ ഉണ്ട്.
ഇത് വേറെ ബ്ലാക്ക് എഡിഷൻ. ഇത് വേറെ സെക്കൻഡ് ബ്ലാക്ക് എഡിഷൻ. അപ്പോൾ ഇതിൻ്റെ ഡോറൊക്കെ തുറക്കാം. 3 ഡോർ തുറക്കാം, 3 എൻക്ലോസ്ഡ്. അതങ്ങനെയാണ് എപ്പോഴും. പക്ഷെ ഇതെല്ലാം തുറക്കാൻ പറ്റൂല. എന്തൊക്കെ തുറക്കാൻ പറ്റും ഇവിടെ ഉണ്ടല്ലേ ഇത്. ഓക്കെ, ഇത് നോക്കട്ടെ. ഇത് 918 സ്പൈഡർ. ഇത് 911 GT2 RS. ഓക്കെ, ഇത് ഹറിക്കാനാണെന്ന് തോന്നുന്നു. ഇതെനിക്കില്ല തുറക്കാൻ. അല്ല, നീ ചായ കുടിച്ചാ? ഇല്ല, ഞാൻ ചെയ്തു. അങ്ങനെ നമ്മുടെ റിച്ചാർഡ് 13 കാറും മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതിനും ഏകദേശം 6000 രൂപയുടെ അടുത്ത് കാറിന് വില വന്നിട്ടുണ്ട്. അതുമൊക്കെ മേടിച്ച് ഇത് വെക്കാനുള്ള സ്റ്റാൻഡിന് വേണം. ഇപ്പം നമ്മളുടെ 3 സ്റ്റാൻഡിൽ നിറയെ അറിഞ്ഞിട്ടുണ്ട്. അടുത്ത ആ ഒരു സ്റ്റാൻഡ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നാണത് വരുന്നത്. എപ്പോഴും അവിടെ നിന്നാണ് വരുത്തിക്കണം. അപ്പോൾ ആ സ്റ്റാൻഡ് ഇങ്ങോട്ട് വിട്ടിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ നമുക്കത് കിട്ടിയിട്ടില്ല. അതെന്താണ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് കിട്ടാനുള്ള സമയം കഴിഞ്ഞല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ സാധനം വന്നിട്ടില്ല. അപ്പോൾ ഇവൻ ഭക്ഷണം കഴിക്കാതെയുള്ള വന്നേക്കുന്നത്. അപ്പോൾ ചായ ഇടട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട മമ്മി അവിടെ ഇരിക്കുന്നു, ചായ ഇടാൻ പോകണ്ട, എനിക്ക് ഫുഡ് മതി രാത്രിത്തേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഫ്രൈസൊക്കെ അതൊന്ന് ആക്കിയെടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അത് 3 എടുത്തൊന്ന് ആക്കി. അപ്പോഴേക്കും റിച്ചാർഡിന് ഫ്രൈഡ് റൈസ് വേണം. ഇപ്പോൾ എല്ലാ ദിവസവും 2 നേരം ഫ്രൈഡ് റൈസാണ് ഇവിടെ കഴിക്കണത്. ഇപ്പോൾ രാത്രിത്തേക്ക് കഴിക്കാൻ ഫ്രൈഡ് റൈസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആൾ ഫ്രൈഡ് റൈസ് മേടിച്ച് അതിനെ കൂടിയിട്ട് എന്തോ ഒരു ഇത് ചില്ലി ഗോബി അങ്ങനെ എന്തോ വെജിറ്റബിളാണ് മേടിച്ചേക്കണത്. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈസും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം ചേർത്ത് അങ്ങോട്ട് കൊടുത്ത് ഇന്നത്തെ ഡിന്നറും കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ നാളെ വീണ്ടും കാണാം. താങ്ക്